നിൽക്കുക. അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായില്ലേ? പണി 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 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പണി പറഞ്ഞാൽ എന്താ? പണി പറഞ്ഞാൽ പണിയല്ല, സന്നദ്ധതയാണ്. ഇസ്ലാമിലെ പണി സന്നദ്ധതയാണ്, പണിയല്ല, സന്നദ്ധതയാണ്. അത് ഗോളിയെ പോലെയാണ്. ഒരു രണ്ട് ടീം തമ്മിൽ മത്സരിച്ച് പന്തളിക്കാൻ വേണ്ടി വന്നാൽ അതിൽ മർമ്മം ആരാന്നറിയോ? ഗോളികളായിരിക്കും. അവരാണ് ട്രോഫി വാങ്ങുക. എന്നാൽ അവന് ഏറ്റവും കഴിവുള്ളവനായിരിക്കും ആര്? ഗോളിയാവുക. ഒന്നിനും പറ്റാത്തവനെ കയറി കളിച്ചോണം. ഒന്നിനും പറ്റാത്ത കൂട്ടല്, അതായത് പന്തളിൽ നിന്ന് അത്യാവശ്യം അറിയാത്തവനെ എന്ത് നിർത്തൂല, ഡിഫൻഡ് നിർത്തൂല, ബാക്ക് ആക്കൂല, ഗോൾ ഫോർവേഡ് ആക്കൂല, ഒന്നും ആക്കൂല, ഗോളി തീരെ ആക്കൂല. കൈക്കരുത്തും കണ്ണിങ്ങുമായ ആളാണ് ആരാകുക? ഗോളിയാകുക. ട്രോഫി വാങ്ങുന്നതും ഗോളി തന്നെ ആയിരിക്കും. അവനായിരിക്കും, ഓനാണ് അതിന്റെ ആള്, ഓനാണ് അതിന് അധികാരം, ഓനാണ് അതിന് വലിയ ആളും. എന്നാലോ ഓൻ പോസ്റ്റിന്റെ ഇടയിൽ, രണ്ട് പോസ്റ്റിന്റെ ഇടയിലോ അങ്ങനെ നിൽക്കും. രണ്ട് ഹാഫ് ടൈം നിൽക്കും. ഈ 3/4 മണിക്കൂർ ഇവിടെ നിൽക്കും, മറ്റേ 3/4 മണിക്കൂർ അവിടെ നിൽക്കും. ഓൻ ഇങ്ങനെ നിൽക്കും. ഇതന്നെ അവന്റെ പണി. ഓൻ ഒരു പണിയുമില്ല. എന്നാൽ ഏറ്റവും വലിയ ലാഭം അവനാണ്, ഏറ്റവും വലിയ ആളും തന്നെയാണ്. എന്നാ ഓനൊരു പണിയെടുത്തിട്ടില്ല, ഓൻ നെറ്റക്ക് ചാടിയിട്ടില്ല. വെറുതെ ചാടിയ അവന് പിരാന്ത് എന്ന് പറയാം. പന്ത് വന്നാ ചാടേണ്ട ബാധ്യത അവനുള്ളൂ. എന്നാ ഈ 3/4 മണിക്കൂർ ഇവിടെ നിന്നിട്ടും ബന്ധെത്തിയില്ല, മറ്റേ 3/4 മണിക്കൂർ അവിടെ നിന്നിട്ടും ബന്ധെത്തിയില്ല. അതുകൊണ്ട് ഓന്റെ കുറ്റല്ല, ഓൻ സന്നദ്ധനാണ്. പന്ത് വന്നാ പിടിക്കും. പന്ത് വരാതെ ചാടിയാൽ ഓനെ ഉളം പറയിക്കണോ? പറഞ്ഞത് മനസ്സിലായോ? ഇതിലുണ്ടടാ പാഠം. പന്ത് കളിയിലുണ്ട് ഒരു ഇസ്ലാം മതം, അതിലുണ്ടൊരു പാഠം. അപ്പൊ പിന്നെ അവിടെ എന്തിനാണ് ഓനെ കൂലി? ഓന് ചാടുന്നില്ല, ഒന്നുമില്ല. അവിടെ കൂട്ടത്തിൽ മുട്ടുംകാല് പൊട്ടിയിട്ടുണ്ട്. കേറി കളിക്കണവന് അന്തല്ല, ഓന്റെ മുട്ടുംകാല് പൊട്ടിയിട്ടുണ്ട്. ഇവന് അനങ്ങിയിട്ടില്ല, ഇവന് നിൽക്കന്നെ, വ്യായാമമില്ല, ഒന്നുമില്ല. ഇവൻ എന്തേപ്പ ചെയ്തോളൂ? അങ്ങനെ വെക്കും. അതിന്റെ ഇടയിൽ ആരെങ്കിലും കൊക്കക്കോള കൊണ്ടേ കൊടുത്താൽ അത് കുടിക്കും. ഓ അങ്ങനെയൊക്കെ തന്നെ. കാരണം അത്രയും ദൂരെ ആയിരിക്കും, 400 മീറ്റർ അപ്പുറത്താണ് പന്തെങ്കിൽ അവിടുന്ന് ഒരാൾ അടിച്ചാലും കിട്ടത്തൂല. അപ്പൊ ഹാഫ് ചായ ഒക്കെ കുടിക്കാൻ നേരം ഉണ്ടാവും. മറ്റവന് ശ്വാസം വിടാൻ നേരല്ല. കേറി കളിക്കണം, ഓനോട്ട് അന്തമല്ല. അല്ലേ? പറയടാ, പോട്ടന്റെ കളി കളിക്കില്ലടാ. അപ്പൊ കർമ്മത്തിനല്ലടാ വില, പിന്നെന്തിന്? സന്നദ്ധതക്കാണടാ വില. എന്തിനാണ് ഈ സന്നദ്ധതക്ക് വില? അല്ലെങ്കിൽ ഈ കർമ്മത്തിന് എങ്ങനെ കൂലി കൊടുക്കുക? കർമ്മം അല്ലാഹുവിന് ആവശ്യമില്ലല്ലോ. അല്ലാഹു സന്നദ്ധനെ തരികയല്ലേ. ഇതിന്റെ രണ്ടാമത്തെ ഓപ്ഷനാണ് നീ കയറാൻ പോണത്. ഈ സെക്കൻഡ് ഓപ്ഷനിലേക്ക് കയറുകയാണ്. എന്തിനാണ് ഈ കർമ്മം? അല്ല, എന്തിനാണ് കർമ്മം? അല്ല നിങ്ങളെ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഈ ആകാശം അല്ലാഹു ഒറ്റക്ക് ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയല്ലേ? ഈ ഭൂമി അല്ലാഹു ഒറ്റക്ക് ഉണ്ടാക്കിയില്ലേ? ഉണ്ടോ ഇല്ലേ? ഉണ്ടാക്കി. ആ കാണുന്ന കോടാനക്കോടി നക്ഷത്രങ്ങൾ അല്ലാഹു ഒറ്റക്ക് ഉണ്ടാക്കിയില്ലേ? പറയടാ ചങ്ങായിമാരെ, ഈ ആകാശം അല്ലാഹു ഒറ്റക്ക് ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയല്ലേ? എത്ര സാധനം വേണം ഉണ്ടാക്കാൻ? ഇതൊക്കെ മെറ്റീരിയൽ വേണം. എന്തുണ്ടാക്കാൻ? ആകാശം ഉണ്ടാക്കാൻ. ഉണ്ടാക്കിയില്ലേ? ഭൂമി അല്ലാഹു ഒറ്റക്ക് ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയല്ലേ? ഉണ്ടാക്കി. ഈ നക്ഷത്രങ്ങളൊക്കെ അല്ലാഹു ഒറ്റക്ക് ഉണ്ടാക്കിയില്ലേ? അവ ഉണ്ടാക്കിയില്ലേ? എന്നാ പിന്നെ നമ്മളെത്ര പോകുന്ന ചെറിയ 10 നിസ്കരിക്കണം, നിസ്കാരപ്പള്ളി അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചെന്തിന്? അത്രയൊന്നും പണിയില്ലല്ലോ ഇതുണ്ടാക്കാൻ. നിങ്ങൾ തലക്കിപ്പോഴും നിങ്ങൾക്ക് കയറിയിട്ടില്ല. എടാ, നമ്മളെ നാട്ടിലെ 25-35 കുട്ടികൾക്ക് പഠിക്കാനുള്ള മദ്രസ എന്തിനാ നമ്മളെ ഏൽപ്പിക്കണം? അത്രയൊന്നും പണിയില്ലല്ലോ മദ്രസ ഉണ്ടാക്കാൻ. പറഞ്ഞത് മനസ്സിലായോ?
അത് പറഞ്ഞത് മനസ്സിലായില്ലേ? എടാ, ആകാശം അള്ളാഹ് ഒറ്റക്കുണ്ടാക്കിയില്ലേ? ഭൂമി അള്ളാഹ് ഒറ്റക്കുണ്ടാക്കിയില്ലേ? പറയും മനുഷ്യന്മാരെ, നക്ഷത്രങ്ങൾ അള്ളാഹ് ഒറ്റക്കുണ്ടാക്കിയില്ലേ? ഇതൊക്കെ അള്ളാഹ് ഒറ്റക്കുണ്ടാക്കിയില്ലേ? മഴ അള്ളാഹ് ഒറ്റക്ക് പെയ്യിപ്പിച്ചില്ലേ? അല്ലെ? അങ്ങനെ പറയും മനുഷ്യന്മാരെ. അങ്ങനെയൊക്കെ അള്ളാഹ് ചെയ്തില്ലേ? എന്താ നമ്മൾ ഇത്രയും വലിയ ആകാശം ഉണ്ടാക്കിയാൽ എന്താ? ഇവിടെ ആവശ്യമുള്ള സ്ഥലത്ത് ഓരോ മദ്രസ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ല. കുട്ടികളെന്ന് പറഞ്ഞേക്ക്. എന്തേ അള്ളാഹു തആല അങ്ങനെ ചെയ്യാഞ്ഞു? എന്തേ നിസ്കാരപ്പള്ളി അള്ളാഹ് ഒറ്റക്കുണ്ടാക്കി കൂടാഞ്ഞു? പള്ളി അള്ളാഹ് ഒറ്റണ്ടാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെയുണ്ടല്ലോ. ആദ്യത്തെ പള്ളി അള്ളാഹ് മനുഷ്യല്ലാതെ ഉണ്ടാക്കിയതാണല്ലോ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. കർമ്മണി പ്രയോഗമാണ്, കർത്തരി പ്രയോഗമല്ല. ഉണ്ടാക്കിയ ആളെ പറഞ്ഞില്ല. ആദം വരുമ്പോ ഇവിടെ പള്ളിയുണ്ട്. അപ്പൊ ഒരാൾക്ക് അങ്ങനെ തിരിച്ചു പറയാൻ പറ്റൂല. ആകാശമൊക്കെ അള്ളാഹ് ഒറ്റക്ക് ഉണ്ടാക്കുള്ളൂ, ഭൂമിയൊക്കെ അള്ളാഹ് ഒറ്റക്ക് ഉണ്ടാക്കുള്ളൂ, പള്ളിയൊന്നും അള്ളാഹ് ഒറ്റക്ക് ഉണ്ടാക്കൂല എന്ന് പറയാൻ പറ്റൂല. ആദ്യത്തെ പള്ളി അള്ളാഹ് ഒറ്റക്ക് ഉണ്ടാക്കിയതാണ്. ഏത്? കഅബ. പിന്നെ എന്തേ മനുഷ്യന്മാരെ ഇത് നമ്മളെ ഏൽപ്പിച്ചു? ഇതൊരു കർമ്മല്ലല്ലോ. മനസ്സിലായില്ല? അതിലേക്കൊക്കെ ചേർത്തി നോക്കിയാൽ ഇത് കർമ്മാണോ? അല്ലല്ലോ. പിന്നെ ഇതിനെന്തേ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചു? നമ്മളെ സന്നദ്ധത ബോധ്യപ്പെടാൻ. ഇവിടെ എന്തേ ആവശ്യമുള്ളൂ? അപ്പൊ കർമ്മ അള്ളാഹ്ക്കൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കർമ്മ അള്ളാഹു തആലക്ക് എന്തല്ല? കുട്ടിയെ, കർമ്മ അതല്ലേ കർമ്മ. ഇത് കർമ്മാണോ? ആകാശം ഉണ്ടാക്കലല്ലേ കർമ്മം? ഭൂമി ഉണ്ടാക്കലല്ലേ കർമ്മം? നക്ഷത്രം ഉണ്ടാക്കലല്ലേ കർമ്മം? ഇതെന്ത് നിസ്സാരപ്പെട്ട 10 സിമന്റ് കൂട്ടി കുഴക്കൽ എന്ത് കർമ്മം? പിന്നെന്തിനെ അള്ളാഹ് നമ്മളെ ഇത് ഏൽപ്പിച്ച്? അതൊക്കെ അള്ളാഹ് ചെയ്ത് ഉദ്ദേൽപ്പിച്ചത് എന്തേ? അള്ളാഹു ഇവിടെ ഈ കർമ്മത്തിന്റെ എന്താ വളരെ ചിന്തിക്കേണ്ടതെന്നറിയോ? കർമ്മമല്ല പ്രശ്നം. അതൊക്കെ ആർക്ക് ചെയ്യാൻ കഴിയും? അള്ളാഹു ഇതിലൂടെ ബോധ്യപ്പെടുത്തുക സന്നദ്ധനെയാണ്. അയാൾക്കാണ് കൂലി. സന്നദ്ധന് കൂലി കിട്ടും. ഞാൻ അവിടെ രണ്ടവസ്ഥയിലുണ്ട്, തിരിച്ച് രണ്ടവസ്ഥയിലുണ്ടാക്കും. ഇതൊക്കെ ഉണ്ടാക്കുന്നതിലും രണ്ടവസ്ഥ ഉണ്ട്. ഒരു മനുഷ്യൻ അവന്റെ സന്നദ്ധനായി അവൻ ഉണ്ടാകാൻ വേണ്ടി അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു. ചെറിയ പള്ളി ഉണ്ടാക്കിയിട്ട് വലിയ കൂലി എടുത്തു. വലിയ പള്ളി ഉണ്ടാക്കിയപ്പോ പൊളിച്ചതാനും പറഞ്ഞു. അല്ല, മനസ്സിലായില്ല? മസ്ജിദ് ഖുബാ എന്ന ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി, അതിന് ഭയങ്കര കൂലി കൊടുത്തു. അതിന് നിസ്കരിച്ചാൽ പോലും ഈ ചെറിയ പള്ളി നിസ്കരിച്ചാൽ അന്നത്തെ മസ്ജിദ് ഖുബാ ഇന്നത്തെ മസ്ജിദ് ഖുബാ അല്ല. അന്നത്തെ മസ്ജിദ് ഖുബാ ചെറിയ പള്ളിയാ. ആ പള്ളി ഉണ്ടാക്കി, ആ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറന്റെ കൂലിയാ. അതിന്റെ തൊട്ടടുത്ത് വേറൊരു പള്ളി ഉണ്ടാക്കി, അത് പൊളിച്ചിടാൻ പറഞ്ഞു. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله لا تقوم فيه أبدا 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 أبدا. ഏറ്റവും വലിയ വാക്ക് അബദാ. لا تقوم فيه أبدا. ആ പള്ളിക്ക് നിങ്ങൾ ചാവിട്ടരുത്. അബദൻ. ഒരു കാലത്ത് ആ പള്ളിക്ക് നിങ്ങൾ ചവിട്ടാൻ പാടില്ല, പൊളിച്ചങ്ങ്. എന്തുകൊണ്ട്? എന്താണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്? മനസ്സിലായില്ല? ഒരു പള്ളി ഉണ്ടാക്കി ഒരു കൂട്ടര്, ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഉണ്ടാക്കിയ കൂട്ടർക്ക് വേറെ ലക്ഷ്യമുണ്ട്, ഇസ്ലാമിയത്തല്ല ഒരു ലക്ഷ്യം. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله. എന്നെ വേറൊരു പള്ളി ഉണ്ടാക്കി. ലാ തഖും ഫീഹി അബദാ. എന്ത് അള്ളാഹു തആലക്ക് ഒരു പള്ളി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനുള്ള ജനങ്ങളെ ഒരു അധ്വാനം, അതിനുള്ള ജനങ്ങളെ ഇഷ്ടിക, അതിനുള്ള ജനങ്ങളെ പൂഴി വേണ്ടേ, അതിനുള്ള ജനങ്ങളെ ഒരു അധ്വാനം വേണ്ടേ? ജനങ്ങളെ ഇത്ര വലിയ അധ്വാനം ഉണ്ടാക്കിയിട്ട് പിന്നെ നബിയോട് പറയണത് ലാ തഖും ഫീഹി അബദാ, ആ പള്ളിയിൽ ഒരു കാലത്ത് നിങ്ങൾ ചവിട്ടി പോകരുത്, പൊളിച്ചിട്ടാളിയും. അപ്പൊ ഏറ്റവും വലിയ മനുഷ്യാധ്വാനത്തെ ചവിട്ടി പൊളിച്ച് കളയാനാ അള്ളാഹ് കൽപ്പിച്ചത്. എന്നിട്ട് നേരെ ചെറിയ പള്ളിക്ക് അള്ളാഹ് എന്ത് പറഞ്ഞ്? ഒരു അടക്കാക്കളിൽ അത്ര വലിയ കൂലി കൊടുത്ത പള്ളി ഉണ്ടാക്കിയാലും സ്വർഗത്തില് മണിമാളി കൊടുക്കാറോ? വലിയ പള്ളി ഉണ്ടാക്കിയിട്ട് ചവിട്ടി പൊളിച്ചിടാൻ പറയും ചെയ്തു. എന്താ? ആ പള്ളി ഇവിടെ ആവശ്യമല്ല.
ഇവിടെ അതിന്റെ പിന്നിലുള്ള നിയ്യത്താണ് പ്രധാനം. നല്ല നിയ്യത്തുള്ളവരുണ്ടാക്കിയതല്ല ആ പള്ളി. കർമ്മത്തിനൊരു വിലയില്ല, നിയ്യത്തിനാ വില. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. കർമ്മത്തിന് ഒരു വിലയില്ല, ഒരു വിലയില്ല. ലാ തഖും ഫീഹി അബദാ. ഈ ആയത്തിന്റെ അർത്ഥം നബിയെ ഏത് സാഹചര്യത്തിൽ ഞങ്ങൾ ആ പള്ളി ചവിട്ടി പോകരുത്. തൽക്കാലം ഇങ്ങനെ പറഞ്ഞൂടെ, ആ പള്ളി നിങ്ങൾ ഇപ്പോൾ മുനാഫിക്കുകൾ ഉണ്ടാക്കിയ പള്ളി ആയതുകൊണ്ട് ആ പള്ളി നിങ്ങൾ പിടിച്ചടക്കി, എന്നിട്ട് ഓനെ അവിടുന്ന് അടിച്ച് പുറത്താക്കി, എന്നിട്ട് നിങ്ങൾ അത് വലിയൊരു പള്ളിയല്ലേ, അതിലും മനുഷ്യന്മാർക്ക് നിസ്കരിച്ചൂടെ? മസ്ജിദ് ഖുബായിൽ ഒരു സഫിൽ 9 ആൾക്കാണെങ്കിൽ ഇത് 90 ആൾക്കൂലേ? മനസ്സിലായില്ലേ? ഇനി അതല്ലേ നല്ലത്, അത് നിങ്ങളാണ് പിടിച്ചടക്കിക്കളി. അങ്ങനെയല്ല പറഞ്ഞത്. ലാ തഖും ഫീഹി അബദാ. ഒരു കാലത്തും ആ പള്ളിക്ക് ചവിട്ടാൻ പാടില്ല. ആ പള്ളി നമുക്കോട്ട് വേണ്ടേനു, ആ പൊളിച്ച കിട്ടാളീന്. അപ്പോൾ എന്താ അതിന്റെ കാരണം? ഒന്നാമത്തെ കല്ല് വെച്ചപ്പോൾ തന്നെ അതിൽ എന്ത് ക്ലിയർ അല്ല? നിയ്യത്ത് ക്ലിയർ അല്ല. കർമ്മം ഒരു ആവശ്യം അള്ളാഹ്ക്കില്ല, അള്ളാഹ്ക്ക് നിയ്യത്താണ് ആവശ്യം. അതെന്തും അങ്ങനെയാണ്, എന്തും അങ്ങനെയാണ്. ഒരാൾ തന്റെ ഭാര്യയിൽ പ്രവേശിച്ചാൽ, നല്ല നിയ്യത്തോടുകൂടെ പ്രവേശിച്ചാൽ അതവന് കൂലി ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ചോദിച്ചു, നബിയെ നതമത്തഉബിയ, ഞങ്ങൾ സുഖെടുക്കണില്ലേ, അതിലൊക്കെ കൂലി ഉണ്ടാകുമോ? അപ്പോൾ പറഞ്ഞു, ഇൻ വളഅഹാ ഫീ വിസ്രി ഇൻ ഫീ ഹറാമിൻ ഹൽ കാന അലൈഹി വിസ്ര. ഒരാള് അത് ഹറാമിലാണ് കൊണ്ടുപോയിട്ടതെങ്കിൽ അതവന് കുറ്റല്ലേ? അതേ കുറ്റമാണ് നബിയെ. എന്നാൽ അത് ഹലാലിൽ നല്ല നിയ്യത്തോടു കൂടെ ഉണ്ടായിട്ടാൽ അതവന് കൂലിയാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ കർമ്മം എന്ന സംഗതി ഒന്നുമല്ല, നമ്മൾ കാണുന്നതൊന്നുമല്ല. നമ്മൾ കാണുന്നതുണ്ടാവും, ഇതിനൊന്നുമല്ല. എന്തും ആയത് ഞമ്മക്കൂട്ട് കാണാൻ കഴിയൂല. കർമ്മം കണ്ടതുകൊണ്ട് കാര്യം നന്നായി എന്ന് വിചാരിക്കുന്ന വേണ്ട. അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് രഹസ്യമാണ്. ആ രഹസ്യം എന്താണ്? മനുഷ്യനൊരു സ്വാതന്ത്ര്യമുണ്ട് ഉള്ളിന്റെ ഉള്ളിൽ, അത് നേരെ തെരഞ്ഞെടുത്ത്. 10 ആള് പോയാല് 10 ആളെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല, അത് ആർക്കും തിരിയൂല. ഉദാഹരണം, 10 ആൾ ഒരു കർമ്മം ചെയ്യുന്നു, ഒരു കർമ്മം 10 ആൾ ചെയ്യുന്നു, 10 ആൾക്കും 10 ഉദ്ദേശമില്ല. ആ ഒറ്റ കർമ്മം കൊണ്ട് സ്വർഗം വാങ്ങിയവരുണ്ടാവും, ആ ഒറ്റ കർമ്മം കൊണ്ട് നരകം വാങ്ങിയവരുണ്ടാവും. ഒറ്റ കർമ്മം കൊണ്ട് സ്വർഗം വാങ്ങിയവരുണ്ടാവും, ആ ഒറ്റ കർമ്മം കൊണ്ട് നരകം വാങ്ങിയവരുണ്ടാവും. എന്നാലോ പ്രത്യക്ഷത്തിൽ കണ്ടാൽ സ്വർഗത്തിന്റെ പണിയായിരിക്കും,